ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇസാൻസ് വേൾഡ്. 6 മാസം മുതൽ 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ 7 ഫ്രൂട്ട് പ്യൂരീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഫസ്റ്റ് ഫുഡാണ് പ്യൂരീസ്. അതിൽ നാച്ചുറൽ ഫ്ലവേഴ്സ് ആണുള്ളത്. നമ്മൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അതിൽ നാച്ചുറൽ സ്വീറ്റ്നസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും അത് ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ ദഹിക്കാനും എളുപ്പമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആപ്പിൾ, പിയർ, ബനാന, ചിക്കു, പപ്പായ, ഷമ, മാംഗോ എന്നിവയുടെ പ്യൂരീസ് ആണ്. ഇതിൽ മാംഗോ മാത്രം കുട്ടികൾക്ക് നിങ്ങളൊരു 8 മാസം കഴിഞ്ഞ് കൊടുത്താൽ മതിയാവും. കാരണം അത് ദഹിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് പതിയെ ഒരു 8 മാസം കഴിഞ്ഞൊക്കെ കൊടുത്താൽ മതി. ബാക്കി എല്ലാ പ്യൂരീസും കുട്ടികൾക്ക് ഫസ്റ്റ് ഫുഡായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ പ്യൂരീസ് എങ്ങനെയാണെന്ന് കാണുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് പ്യൂരീസ് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് തിരിച്ചു വരാം. ബനാന പ്യൂരി. ആദ്യം നമുക്ക് ബനാന കൊണ്ടൊരു പ്യൂരി ഉണ്ടാക്കാം. വളരെ എളുപ്പമാണ് ബനാന പ്യൂരി ഉണ്ടാക്കാൻ. നിങ്ങൾക്കിഷ്ടമുള്ള പഴം എടുക്കുക. ഏത്തപ്പഴമാണേലും ചെറുപഴമാണേലും ഇഷ്ടമുള്ളത്. എന്നിട്ട് ചെറുതായി അരിഞ്ഞെടുക്കുക. നിങ്ങളുടെ കുട്ടിയുടെ പ്രായമനുസരിച്ച് നിങ്ങൾക്ക് മാഷ് ചെയ്തെടുക്കാവുന്നതാണ്. 8 മാസത്തിൽ താഴെയുള്ള കുട്ടിയാണെങ്കിൽ നിങ്ങൾക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാം. 8 മാസത്തിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ മാഷ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം പ്രായത്തിനനുസരിച്ച് ഫുഡിൻ്റെ കൺസിസ്റ്റൻസി മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ഞാനിതിവിടെ മാഷ് ചെയ്താണ് എടുക്കുന്നത്. ഒരു ഫോർക്ക് വെച്ചാണ് ഞാൻ മാഷ് ചെയ്യുന്നത്. എൻ്റെ കുട്ടിക്കിപ്പോൾ 10 മാസമായി. അതുകൊണ്ട് ഞാൻ അവനെല്ലാം മാഷ് ചെയ്താണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ മാഷ് ചെയ്താണ് കാണിക്കുന്നത്. നിങ്ങളുടെ കുട്ടിയുടെ പ്രായം അനുസരിച്ച് നിങ്ങൾ മാഷ് ചെയ്തോ മിക്സിയിൽ അരച്ചോ കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് മാഷായിട്ടുണ്ട്. ഇനി നമുക്ക് കുട്ടിക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബനാന പ്യൂരി. ചിക്കു പ്യൂരി. അടുത്തത് നമുക്ക് സപ്പോട്ട അഥവാ ചിക്കൂസ് കൊണ്ടുള്ള ഒരു പ്യൂരി ഉണ്ടാക്കി നോക്കാം. ആദ്യം ഇതിൻ്റെ തൊലി നന്നായിട്ട് പീൽ ചെയ്ത് കളയുക. തൊലി നന്നായി പീൽ ചെയ്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി മുറിക്കുക. ഇതിനുള്ളിൽ വലിയ കുരുക്കളുണ്ടാവും, അത് നീക്കം ചെയ്യുക. ശേഷം ചെറിയ പീസസ് ആക്കി ഒരു പാത്രത്തിലിടുക. ഇതും ഞാൻ പറഞ്ഞ പോലെ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച് തന്നെ കൊടുക്കാം. പക്ഷേ ഇത് ബ്ലെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അത്ര സോഫ്റ്റാണ് ഈ ഫ്രൂട്ട്. അതുകൊണ്ട് ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കും ഇങ്ങനെ മാഷ് ചെയ്ത് തന്നെ കൊടുക്കാം. അപ്പോൾ ചിക്കു പ്യൂരി റെഡിയായി. മാംഗോ പ്യൂരി. ഇനി നമുക്ക് മാങ്ങ കൊണ്ട് പ്യൂരി ഉണ്ടാക്കാം. ആദ്യം തൊലി നന്നായി പീൽ ചെയ്ത് കളയുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് കുട്ടിക്ക് ആവശ്യമുള്ള മാങ്ങ എടുക്കുക. ചെറിയ പീസസ് ആക്കി എടുക്കണം. അപ്പോഴാണ് നമുക്കത് മാഷ് ചെയ്യാനായിട്ട് എളുപ്പം. ഇപ്പോൾ ഞാൻ പറയുന്ന ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ മാഷ് ചെയ്തെടുത്താൽ മതിയാവും. പക്ഷേ ചില ഫ്രൂട്ട്സൊക്കെ വേവിച്ചെടുക്കണം. അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഈ പീസസ് ആക്കി എടുത്ത മാംഗോ നന്നായി മാഷ് ചെയ്തെടുക്കുക. ഇതും ഞാൻ പറഞ്ഞ പോലെ ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കും മാഷ് ചെയ്ത് തന്നെ കൊടുക്കാം. അരച്ചു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം മാങ്ങയും ഒരു സോഫ്റ്റ് ഫ്രൂട്ടാണല്ലോ. അപ്പോൾ നമുക്കത് മാഷ് ചെയ്ത് തന്നെ കുട്ടിക്ക് കൊടുക്കാൻ സാധിക്കും. മാങ്ങയിൽ ഒരുപാട് ഫൈബേഴ്സും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പ്യൂരിയാണ് മാംഗോ പ്യൂരി. നല്ല ടേസ്റ്റുമാണ് അതിന്. അതുകൊണ്ട് കുട്ടികൾക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ മാംഗോ പ്യൂരി റെഡിയായി കഴിഞ്ഞു. പപ്പായ പ്യൂരി. ഇനി നമുക്ക് പപ്പായ കൊണ്ട് പ്യൂരി ഉണ്ടാക്കാം. പപ്പായയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ നല്ല മധുരമായതുകൊണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. കുട്ടിക്ക് ആവശ്യത്തിന് അളവിൽ പപ്പായ എടുക്കുക. അതിൻ്റെ തൊലി നന്നായി മുറിച്ചെടുത്ത് വാഷ് ചെയ്തെടുക്കുക. കുരുവും കളയുക. അതിനുശേഷം ചെറിയ പീസസ് ആക്കി ഒരു പാത്രത്തിലേക്ക് എടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ മാഷ് ചെയ്തെടുക്കാം. ഇതും സോഫ്റ്റ് ഫ്രൂട്ട് ആയതുകൊണ്ട് മിക്സിയിൽ അടിച്ചെടുക്കേണ്ട ആവശ്യം വരില്ല. ഒരു സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ നന്നായിട്ട് മാഷ് ചെയ്തെടുത്താൽ മതിയാവും. പപ്പായയിലും ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്.
പപ്പായ പ്യൂരി റെഡി. ഷമാം പ്യൂരി. ഇനി നമുക്ക് ഷമാം കൊണ്ടൊരു പ്യൂരി ഉണ്ടാക്കാം. ഷമാം നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? നല്ലൊരു ഫ്രൂട്ടാണ് ഇത്, നല്ല ടേസ്റ്റാണ്. ആദ്യം കുട്ടിക്ക് ആവശ്യത്തിനുള്ള ഷമാം മുറിച്ചെടുക്കുക. അതിൻ്റെ തൊലി നന്നായി കളഞ്ഞ് വാഷ് ചെയ്തെടുക്കുക. തൊലിക്ക് കുറച്ച് കട്ടിയായിരിക്കും, അതുകൊണ്ട് തൊലി കംപ്ലീറ്റ് ആയിട്ടും കളയുക. അതിൻ്റെ പച്ച ഭാഗമൊന്നും ഇരിക്കാതെ കംപ്ലീറ്റ് ആയിട്ട് കളയണം. എന്നിട്ട് ചെറിയ പീസസ് ആക്കി അരിഞ്ഞെടുക്കുക. ഈ ഫ്രൂട്ടിന് ഇച്ചിരി കട്ടിയുണ്ട് കേട്ടോ, അതുകൊണ്ട് നമുക്ക് മാഷ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് മിക്സിയിലിട്ട് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ മിക്സിയിലിട്ട് അടിച്ച് തന്നെ ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കും കൊടുക്കാം. നല്ല മധുരമാണ് ഈ ഫ്രൂട്ടിന്, അതുകൊണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. മാത്രമല്ല വേനൽക്കാലത്ത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ടും കൂടിയാണ് ഷമാം. ആപ്പിൾ പ്യൂരി. ഇനി നമുക്ക് ആപ്പിൾ കൊണ്ട് പ്യൂരി ഉണ്ടാക്കാം. കുട്ടിയുടെ ആവശ്യത്തിനുള്ള ആപ്പിൾ മുറിച്ചെടുക്കുക. എന്നിട്ട് തൊലി നന്നായിട്ട് മുറിച്ച് കളയുക. അതിനുള്ളിലെ കുരുവിൻ്റെ ഭാഗവും കളയുക. ശേഷം ചെറിയ പീസസ് ആക്കി അരിഞ്ഞൊരു പാത്രത്തിലിടുക. ആപ്പിൾ എങ്ങനെയാണ് പ്യൂരി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നേരം ചെയ്ത പോലെ വെറുതെ മാഷ് ചെയ്തെടുത്താൽ പോരാ. ഈ ആപ്പിൾ നന്നായിട്ട് പുഴുങ്ങി ഉടച്ചു വേണം കുട്ടിക്ക് കൊടുക്കാൻ. ഈ ചെറുതായിട്ട് മുറിച്ച ആപ്പിൾ ഒരു പാത്രത്തിലെടുത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് വേവിക്കുക. കുറച്ചധികം നേരം വേവിക്കണം. അടച്ചു വെച്ച് വേവിക്കുക. നിങ്ങളുടെ കയ്യിൽ സ്റ്റീമിംഗ് പോട്ട് ഉണ്ടെങ്കിൽ അതിൽ വേവിച്ചാലും മതിയാകും, അതാണ് ഏറ്റവും നല്ലത്. ഇടയ്ക്ക് ഫോർക്ക് കൊണ്ടോ സ്പൂണ് കൊണ്ടോ കുത്തി വെന്തോന്ന് നോക്കുക. വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു പാത്രത്തിലിട്ട് മാഷ് ചെയ്തോ അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചോ എടുക്കാം. നന്നായിട്ട് മൂത്ത ആപ്പിൾ ആണെങ്കിൽ നമുക്ക് മാഷ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നല്ലോണം മൂത്തതല്ലാത്തത് കൊണ്ട് മാഷ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ആപ്പിൾ പ്യൂരി റെഡിയായി. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫുഡാണ് ആപ്പിൾ പ്യൂരി. കുട്ടികളുടെ ഫസ്റ്റ് ഫുഡായും ആപ്പിൾ പ്യൂരി കൊടുക്കാറുണ്ട്. ആൻഡ് ആപ്പിൾ ഐ ഡേ കീപ്സ് എ ഡോക്ടർ എവേ എന്നാണല്ലോ പറയാറ്. അതുകൊണ്ട് ആപ്പിൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിയർ പ്യൂരി. അടുത്തത് നമുക്ക് പിയർ കൊണ്ട് പ്യൂരി ഉണ്ടാക്കാം. പിയർ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്. ആദ്യം കുട്ടിക്ക് ആവശ്യത്തിനുള്ള പിയർ മുറിച്ചെടുക്കുക. എന്നിട്ട് തൊലിയും കുരുവും കളയുക. എന്നിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കി നമ്മൾ ആപ്പിളിൻ്റെ കാര്യത്തിൽ ചെയ്തതുപോലെ നന്നായി വേവിച്ചെടുക്കണം. പിയറും ഒരു പാത്രത്തിലിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അടച്ചു വെച്ച് നന്നായി വേവിക്കുക. പിയറും കുട്ടികൾക്ക് വേവിച്ചാണ് പ്യൂരി ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ കുട്ടികൾക്ക് ദഹിക്കാൻ ബുദ്ധിമുട്ടാണ്. വെന്ത് കഴിയുമ്പോൾ ഒരു പാത്രത്തിലേക്കിട്ട് നന്നായി മാഷ് ചെയ്തെടുക്കാം. പിയറും വേവിച്ച് കഴിയുമ്പോൾ നല്ലോണം സോഫ്റ്റ് ആവും. അപ്പോൾ നമുക്ക് മാഷ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ പിയർ പ്യൂരി റെഡിയായി. അപ്പോൾ എങ്ങനെയാണ് 7 ഫ്രൂട്ട് പ്യൂരീസ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ വളരെ നല്ലൊരു ഫ്രൂട്ടാണ് അവോക്കാഡോ. ഞാനത് മാർക്കറ്റിൽ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല, കാരണം അതിന്റെ സീസൺ അല്ല ഇപ്പോൾ. സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് അവോക്കാഡോ. നിങ്ങൾക്കത് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്കത് തൊലി കളഞ്ഞ് ജസ്റ്റ് മാഷ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. വളരെ നല്ലൊരു ഫ്രൂട്ടാണ് അവോക്കാഡോ. അതും കുട്ടികൾക്ക് ഫസ്റ്റ് ഫുഡായിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ, ടേക്ക് കെയർ.
Audio Jungle.